ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സക്സസ് അക്കാഡമി. അപ്പോൾ SSC CHSL എക്സാം സ്റ്റാർട്ട് ചെയ്തു അല്ലേ? 12th ഏപ്രിലിന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ 12th ഏപ്രിലിൽ ചോദിച്ച മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് 3 ഷിഫ്റ്റും കമ്പൈൻ ചെയ്തിട്ട് ചില എക്സാക്റ്റ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ചില അതേപോലത്തെ പാറ്റേണിൽ ചോദിച്ച ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ എ സർക്കിൾ AB is a chord of 6 cm. The distance of the chord from the center is 4 cm. Find the diameter of the circle. ഓക്കെ, ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. അതിൽ കോഡ് AB ആണ്. ആ ABയുടെ ലെങ്ത് എന്ന് പറയുന്നത് 6 cm ആണ്. ഓക്കെ, ഇനി ദ ഡിസ്റ്റൻസ് ഓഫ് ദി കോഡ് ഫ്രം ദ സെൻറ്റർ ഈസ് 4 cm. അപ്പോൾ O ആണ് സെൻറ്റർ എന്ന് വിചാരിക്കുക. സെൻറ്ററിൽ നിന്ന് കോഡിലേക്കുള്ള ദൂരം എത്രയാണ്? 4 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി സെൻറ്ററിൽ നിന്ന് കോഡിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. ആ കോഡിനെ അത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. അതിനർത്ഥം ഈ കോഡിൻ്റെ ലെങ്ത് 6 ആണെങ്കിൽ ഇപ്പോൾ ഈ പോയിൻ്റ് D ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ AD എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആയിരിക്കും. DB എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ, ഹാഫായി. ഇനി OA ജോയിൻ ചെയ്താൽ എന്താണ്? OA എന്ന് പറയുന്നതാണ് നമ്മുടെ റേഡിയസ്. ഓക്കെ ആണല്ലോ. ഇനി ഈ ഡയഗ്രാം നോക്കുക. ADO എന്താണ്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായി ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്ത് വന്നു? 6 വന്നു. ഇവിടെ 3 ആയി, ഇവിടെ 4 ആയി. പൈതഗോറസ് തിയറി അനുസരിച്ച് ഇവിടെ എന്ത് വരും? 5 വരും. ഓക്കെ, അതായത് √4² + 3², അതായത് √25. ഇവിടെ OA എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. ഓക്കെ അല്ലേ? ഇനി OA എന്നാൽ റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസ് നമുക്ക് 5 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഡയമീറ്റർ എന്തായിരിക്കും? 10 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആൻസർ എന്ത് വന്നു? 10 വന്നു. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ: Average of A, B, C is 30. If A is 2 more than B and 1 more than C, find A. ഓക്കെ, അപ്പോൾ 3 നമ്പേഴ്സ് ഉണ്ട്, A, B, C. ഓക്കെ, ഇവരുടെ ആവറേജ് എന്താണ്? 30 ആണ് തന്നിരിക്കുന്നത്. ഇനി A is 2 more than B, അതിനർത്ഥം എന്താണ്? A is equal to 2 + B അല്ലേ? ഓക്കെ, അതിൻ്റെ അർത്ഥം A is equal to 2 + B. അപ്പോൾ B എന്തായി? B is equal to A - 2. ഓക്കെ, അപ്പോൾ നമുക്ക് എനെ A തന്നെ എഴുതാം. അപ്പോൾ B എന്തായി? A - 2 ആയി. ഇനി ആൻഡ് 1 more than C, അതായത് A is equal to 1 more than C എന്ന് പറയുമ്പോൾ 1 + C. അപ്പോൾ സിയുടെ വാല്യൂ എന്തായി? A - 1. അതിവിടെ എഴുതുക. സിയുടെ വാല്യൂ A - 1. ഓക്കെ ആണോ? ഇനി ഇവരുടെ ആവറേജ് A + A - 2 + A - 1 ഡിവൈഡഡ് ബൈ 3 ആണെന്ത്? 30. ഓക്കെ, ഇവരുടെ ആവറേജ് 30 തന്നിട്ടുണ്ട്. സോൾവ് ചെയ്യുക. ഇതെന്ത് കിട്ടും? 3A - 3 ഈസ് ഈക്വൽ ടു 90. A ഈസ് ഈക്വൽ ടു എത്രയാണ്? A ഈസ് ഈക്വൽ ടു 3 കൂടെ വരുമ്പോൾ 93 ഡിവൈഡഡ് ബൈ 3 31. ഓക്കെ, A ഈസ് ഈക്വൽ ടു 31. ഓക്കെ ആണോ? 3A - 3 ഈക്വൽ ടു 90. 3A ഈസ് ഈക്വൽ ടു 93. A ഈസ് ഈക്വൽ ടു 93 ഡിവൈഡഡ് ബൈ 3 എന്താണ്? 31. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് cosec θ ഈസ് ഈക്വൽ ടു √5/2, ഇഫ് cosec θ ഈസ് ഈക്വൽ ടു √5/2, ഫൈൻഡ് sin θ + cot θ - cos θ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തരുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്താണ്? ഡയഗ്രാം വരയ്ക്കുക. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുക. ഇത് തീറ്റ മാർക്ക് ചെയ്യുക. എന്താണ് കൊസീക് തീറ്റ? ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ് അല്ലേ? സൈൻ തീറ്റയുടെ റെസിപ്രോക്കലാണ് ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് √5, ഓപ്പോസിറ്റ് സൈഡ് 2. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? 1, പൈതഗോറസ് തിയറി അനുസരിച്ച് അല്ലേ? ഈ സൈഡ് നമുക്ക് 1 എന്ന് കിട്ടി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചോദിച്ചിരിക്കുന്നത് സൈൻ തീറ്റ + കോട്ട് തീറ്റ - കോസ് തീറ്റയാണ്. ഓക്കെ, അപ്പോൾ സൈൻ തീറ്റ എന്താണ്? സൈൻ തീറ്റ O/H ആണ്. സൈൻ തീറ്റ 2/√5 പ്ലസ് കോട്ട് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് ആണ് അല്ലേ? അപ്പോൾ 1/2 മൈനസ് കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് 1/√5. ഓക്കെ, അപ്പോൾ 2 - 1/√5 എന്ത് വന്നു? 1/√5 പ്ലസ് 1/2 വന്നു. ഇതെത്ര വരും? 2 + √5 ഡിവൈഡഡ് ബൈ √5 × 2. ഓക്കെ, 2 + √5 × 2√5. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ:
if A is to B is to C is equal to 2 is to 3 is to 7, if B is equal to 15, then find C minus A. Okay, simple question ആണ്. തന്നിരിക്കുന്നത് A is to B is to C is equal to 2 is to 3 is to 7 ആണ്. B 15 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ബിയുടെ വാല്യൂ 15 ആണ്. അപ്പോൾ റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ ബി എന്താണ്? 3 ആണ്. ആ 3യുടെ വാല്യൂ ആണ് എന്ത് തന്നിരിക്കുന്ന 15. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1ൻ്റെ വാല്യൂ എന്തായി? 15 ഡിവൈഡഡ് ബൈ 3 എന്താണ്? 5. 1ൻ്റെ വാല്യൂ 5. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ്? സി മൈനസ് എ ആണ് ചോദിച്ചിരിക്കുന്നത്. സി മൈനസ് എ ചെയ്താൽ എന്ത് കിട്ടും? 7 മൈനസ് 2 ചെയ്യുക. സി മൈനസ് എ എന്ന് പറഞ്ഞാൽ റേഷ്യോ 7 മൈനസ് 2 ആണ്. എന്താണ്? 5. ഓക്കെ, അപ്പോൾ 5ൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. 1ൻ്റെ വാല്യൂ 5 ആണ്. അപ്പോൾ 5ൻ്റെ വാല്യൂ എന്താണ്? 25. ഓക്കെ, 1ൻ്റെ വാല്യൂ 5 ആണെങ്കിൽ 5ൻ്റെ വാല്യൂ 5 × 5 25. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. If x raised to 4 plus y raised to 4 plus x square y square is equal to 117. If x raised to 4 plus y raised to 4 plus x square y square is equal to 117. പിന്നെ എന്താ തന്നിരിക്കുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 3 × 4 പ്ലസ് √3. ദെൻ ഫൈൻഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ടേമിനെ നമുക്ക് എന്ത് എഴുതാം? ഞാനിവിടെ എഴുതാണ് എക്സ് റേസ് ടു 4 പ്ലസ് വൈ റേസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 117. ഓക്കെ, ശ്രദ്ധിക്കുക, ഈ ഒരു ടേമിനെ നമുക്ക് എന്ത് എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എന്തായി? എക്സ് റേസ് ടു 4 എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അപ്ലൈ ചെയ്യാം. എക്സ് റേസ് ടു 4 പ്ലസ് വൈ റേസ് ടു 4 പ്ലസ് 2x സ്ക്വയർ വൈ സ്ക്വയർ. നമുക്ക് വേണ്ടത് വെറും എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? മൈനസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ അപ്ലൈ ചെയ്യുക. ഈസ് ഈക്വൽ ടു 117. മനസ്സിലായല്ലോ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബി സ്ക്വയർ അപ്ലൈ ചെയ്തു. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ചെയ്താൽ ഈ ഫോമിൽ കിട്ടും. ഈസ് ഈക്വൽ ടു 117. ഇത് നമ്മൾ എന്തിനാ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ നോക്കിയേ, ഇത് എന്ത് ഫോമായി? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമായി അല്ലേ? എയുടെ വാല്യൂ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വന്നു. ബിയുടെ വാല്യൂ എന്താണ്? എക്സ് വൈ വന്നു അല്ലേ? എക്സ് വൈ ദ ഹോൾ സ്ക്വയർ ആണ് ഇത്. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അപ്ലൈ ചെയ്യുക. എ പ്ലസ് ബി എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് വൈ ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് വൈ ഈക്വൽ ടു എന്ത് വന്നു? 117 വന്നു. ഓക്കെ അല്ലേ? ഇനി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് വൈ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 3 × 4 പ്ലസ് √3. അതിവിടെ അപ്ലൈ ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് വൈ ഇൻറ്റു 3 × 4 പ്ലസ് √3 ആണ് 117. ഓക്കെ ആണോ? ഞാനിത് മാറ്റിയാണ്. ഇനി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് വൈ എന്ന് പറയുന്നത് എന്ത് വരും? ഇതങ്ങോട്ട് താഴെ പോവും. അപ്പോൾ എന്തായി? 117 ഡിവൈഡഡ് ബൈ 3 × 4 പ്ലസ് √3. ഓക്കെ, 3 × 4 പ്ലസ് √3. ഇനി നമുക്ക് ഈ ഫോമിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇനി കോൺജുഗേറ്റ് അപ്ലൈ ചെയ്യും. അതായത് ഇവിടെ 4 പ്ലസ് √3 ആയ സ്ഥിതിക്ക് ഇവിടെ എന്ത് ചെയ്യുക? 4 മൈനസ് √3 മൾട്ടിപ്ലൈ ചെയ്യുക. 4 മൈനസ് √3 മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ ആണോ? ഇനി എന്ത് വരും? 117 × 4 മൈനസ് √3 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു ഇവിടെ നോക്കിയേ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമാണ് അല്ലേ? എയുടെ വാല്യൂ 4, ബിയുടെ വാല്യൂ √3. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ചെയ്താണ് എ സ്ക്വയർ എന്താണ്? 16 മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് √3 ദ ഹോൾ സ്ക്വയർ 3. 16 മൈനസ് 3. അപ്പോൾ എന്ത് വരും? 117 ഇൻറ്റു 4 മൈനസ് √3 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു ഇത് എത്രയാണ്? 13. ഓക്കെ, 3 × 13 39 ആണ്. 39 ഇൻറ്റു 3 ആണ് 117. അപ്പോൾ ഇതെന്ത് വന്നു? 3 × 4 മൈനസ് √3 വന്നു. ഓക്കെ, 3 × 4 മൈനസ് √3 വന്നു. അതായത് എക്സ്പാൻഡ് ചെയ്യുക. 3 അകത്തേക്ക് പോവുക. 12 മൈനസ് 3 √3. ഓക്കെ ആണോ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ പ്ലസ്
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് വൈ ഈസ് ഈക്വൽ ടു ആ 3 അകത്തേക്ക് പോയാൽ എന്ത് വരും? 12 പ്ലസ് 3√3. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് കിട്ടി എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എന്താണ്? 12 മൈനസ് 3√3. ഓക്കെ ആണോ? ചോദിച്ചിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ നോക്കിയാൽ ഈ രണ്ട് ഇക്വേഷൻ, ഇത് ഇക്വേഷൻ 1 ആണെങ്കിൽ ഇത് ഇക്വേഷൻ 2. 1 + 2 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഈ എക്സ് വൈ അങ്ങോട്ട് ക്യാൻസലാവും. 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ 3√3 ക്യാൻസലാവും. എത്ര വന്നു? 24. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ത് കിട്ടി? 12 കിട്ടി. ഓക്കെ, ഇത് SSC മെയിനായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതെന്താണ്? ഫോം എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമാണ്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാൽ ഇതിൻ്റെ കൺസെപ്റ്റ് സിമ്പിളാണ്. ഇവിടെ നോക്കിയേ, ഇവരാദ്യം തരുന്ന ടേം എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഓക്കെ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് ആദ്യം തരുന്ന ടേം. അതിൽ നിന്ന് എ പ്ലസ് ബി അല്ലെങ്കിൽ എ മൈനസ് ബി അവർ തന്നിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുക? എ പ്ലസ് ബി അല്ലെങ്കിൽ എ മൈനസ് ബി കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒന്നില്ലെങ്കിൽ മൈനസ് ചെയ്യുക അല്ലെങ്കിൽ പ്ലസ് ചെയ്യുക. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയതുകൊണ്ട് പ്ലസ് ചെയ്തു. ഇനി എക്സ് വൈ ആണ് ചോദിച്ചിരുന്നതെങ്കിൽ നമ്മൾ മൈനസ് ചെയ്തേനെ. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. In a triangle ABC, E and F are midpoints of AC and AB respectively. AB is 7 cm and AC is 5√2 cm. Find EF if angle BAC is 135 degree. അതായത് ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. എ ബി സി. ഓക്കെ, ഇ ആൻഡ് എഫ് ആർ ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് എ സി ആൻഡ് എ ബി. അപ്പോൾ എ സിയുടെ മിഡ് പോയിൻ്റ് ആരാണ്? ഇ. എ ബിയുടെ മിഡ് പോയിൻ്റ് ആരാണ്? എഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? ഇ ആൻഡ് എഫ് മിഡ് പോയിൻ്റ് ആയി, ഇ എഫ് പാരലൽ ടു ബി സി ആയി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇ എഫ് 1 ആണെങ്കിൽ ബി സി എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, അതായത് ഇ എഫിൻ്റെ ഇരട്ടി ആയിരിക്കും എന്ത്? ബി സി. ഓക്കെ, ഒരു ചെറിയ പ്രോപ്പർട്ടിയാണ്. എഫും ഇയും മിഡ് പോയിൻറ്റ്സ് ആണെങ്കിൽ അത് ജോയിൻ ചെയ്താൽ ഇ എഫ് പാരലൽ ടു ബി സി വരും. അങ്ങനെയാണെങ്കിൽ ഇ എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 ഇൻറ്റു ബി സി ആയിരിക്കും. അപ്പോൾ ബി സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇ എഫ് ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഓക്കെ, തിരിഞ്ഞുപോയി. ബി സി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇ എഫ് ആയിരിക്കും. അപ്പോൾ ഇ എഫ് ഈസ് ഈക്വൽ ടു എന്തോന്നു? ബി സി ബൈ 2. ഇത് 1 ആണെങ്കിൽ ഇത് അതിൻ്റെ ഇരട്ടി ആയിരിക്കും. ഓക്കെ ആണോ? ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ബി തന്നിട്ടുണ്ട്. എത്രയാണ്? 7. ഓക്കെ, എ ബി 7 തന്നിട്ടുണ്ട്. എ സി എത്രയാണ്? എ സി 5√2. ഓക്കെ, എ സി 5√2. ഇനി ബി എ സി, ഈ ആംഗിൾ എത്രയാണ്? 135 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമ്മൾ കൊസൈൻ റൂൾ അപ്ലൈ ആണെങ്കിൽ, കൊസൈൻ റൂൾ എന്താണ്? കൊസൈൻ റൂൾ അപ്ലൈ ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ കോസ് 135 ഈസ് ഈക്വൽ ടു ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് എടുക്കുക, എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ. എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ മൈനസ് ഓപ്പോസിറ്റ് സൈഡ് എടുക്കുക, ബി സി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു അഡ്ജസൻറ്റ് സൈഡ് തന്നെ, എ ബി ഇൻറ്റു എ സി. ഓക്കെ ആണോ? ഇതാണ് കൊസൈൻ റൂൾ. അതാണ് ഇവിടെ നോക്കിയേ, ഇത് തീറ്റയാണെങ്കിൽ എന്താണ് കോസ് തീറ്റ? അഡ്ജസൻറ്റ് സൈഡിൻ്റെ സ്ക്വയർ എടുക്കുക, എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ. ഇനി മൈനസ് ഓപ്പോസിറ്റ് സൈഡിൻ്റെ സ്ക്വയർ എടുക്കുക, മൈനസ് ബി സി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ ബി ഇൻറ്റു എ സി. ഇതാണ് കൊസൈൻ റൂൾ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? കോസ് 135 എന്ന് പറയുന്നത് -1/√2 ആണ്, ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ എന്താണ്? 7 സ്ക്വയർ ആണ് 49 പ്ലസ് എ സി സ്ക്വയർ എന്താണ്? 5√2 ദ ഹോൾ സ്ക്വയർ എത്രയാണ്? 50 മൈനസ് ബി സി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ ബി എത്രയാണ്? 7 ഇൻറ്റു എ സി എത്രയാണ്? 5√2. ഓക്കെ ആണല്ലോ? ഇവിടെ നോക്കിയാൽ ഈ റൂട്ട് ക്യാൻസൽ ചെയ്യാം. 2 ഇൻറ്റു 7 14, 14 ഇൻറ്റു 5 70 ആണ്.
ഈ 70 ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായി? -70 ഈസ് ഈക്വൽ ടു 49 + 50 99 മൈനസ് ബി സി സ്ക്വയർ. ഓക്കെ, -70 ഈസ് ഈക്വൽ ടു 99 മൈനസ് ബി സി സ്ക്വയർ. ഇനി ഈ മൈനസ് ബി സി സ്ക്വയർ ഇപ്പുറത്തേക്ക് പോയാൽ എന്തായി? ബി സി സ്ക്വയർ ആയി. ഈ -70 ഇപ്പുറത്തേക്ക് പോയാൽ എന്തായി? 99 + 70 ആയി. ഇതെത്രയാണ്? 169. അപ്പോൾ ബി സി സ്ക്വയർ എന്ന് പറയുന്നത് 169 ആണ്. ബി സി എന്ന് പറഞ്ഞാൽ എന്താണ്? √169. √169 അതെന്താണ്? 13. ഓക്കെ, അപ്പോൾ ബി സി സ്ക്വയർ 169 കിട്ടി. ബി സി എന്ന് പറഞ്ഞാൽ എന്താണ്? √169 അതെന്താണ്? 13. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഇ എഫ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ബി സി 13 ആണെങ്കിൽ ഇ എഫ് എന്തായിരിക്കും? അവൻ്റെ പകുതി ആയിരിക്കും. എത്രയാണ്? 6.5. അപ്പോൾ 6.5 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ? ബി സി 13 ആണെങ്കിൽ ബി സിയുടെ പകുതി ആയിരിക്കും ഇ എഫ് 6.5. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. എ പേഴ്സൺ ട്രാവൽസ് 48 കിലോമീറ്റർ വിത്ത് എ സ്പീഡ് ഓഫ് 40 km/h ആൻഡ് അനദർ 52 km വിത്ത് 65 km/h. ഫൈൻഡ് ഹിസ് ആവറേജ് സ്പീഡ് ഓഫ് ടോട്ടൽ ജേർണി. ഓക്കെ, ആവറേജ് സ്പീഡിൻ്റെ ഫോർമുല എന്താണ്? ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യത്തെ ഡിസ്റ്റൻസ് എത്രയാണ്? 48 പ്ലസ് രണ്ടാമത്തെ ഡിസ്റ്റൻസ് എത്രയാണ്? 52. ഇനി ടോട്ടൽ ടൈം, ആദ്യം എത്ര ടൈം എടുത്തു? 48 കിലോമീറ്റർ സഞ്ചരിക്കുന്ന എത്ര സ്പീഡിലാണ്? 40 km/h. അപ്പോൾ ടൈം കിട്ടിയല്ലോ. പ്ലസ് രണ്ടാമത്തെ ടൈം എത്രയാണ്? 52 കിലോമീറ്റർ ഇൻ എത്രയാണ്? 65 km/h. അപ്പോൾ 52 ഡിവൈഡഡ് ബൈ 65. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. അതായത് 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 12/10. 13 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? 13 4s are 52, 13 5s are 65. ഓക്കെ, ഇനി ഇവിടെ എൽ സി എം സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 10ഉം ഇവിടെ 5ഉം ആണ്. നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 2 കൊണ്ട് ഗുണിക്കുക, ഇവിടെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എന്ത് വന്നു? 48 + 52 100 വന്നു. ഡിവൈഡഡ് ബൈ ഇവിടെ നോക്കിയേ, ഇവിടെ 12 ആണ്. ഇവിടെ എൽ സി എം 10 ആയ സ്ഥിതിക്ക് ഇവിടെ എന്താണ്? 8 ആണ്. അപ്പോൾ 12 + 8 എന്ന് പറഞ്ഞാൽ 20 ഡിവൈഡഡ് ബൈ 10. ഓക്കെ ആണോ? ഇത് ക്യാൻസലായി പോവും. 100/2 എത്രയാണ്? 50. ഓക്കെ, അപ്പോൾ 50 km/h ആണ് ആവറേജ് സ്പീഡ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എക്സ് സ്ക്വയർ മൈനസ് 6√3x + 1 ഈസ് ഈക്വൽ ടു 0, ഫൈൻഡ് x³ + 1/x³. ഓക്കെ, അപ്പോൾ ഈ -6√3x അപ്പുറത്തോട്ട് ഇടുക. അപ്പോൾ എന്ത് വരും? x² + 1 ഈസ് ഈക്വൽ ടു 6√3x. ഇനി എക്സ് വെച്ച് ഡിവൈഡ് ചെയ്താലോ നമുക്ക് എന്ത് കിട്ടും? x + 1/x ഈക്വൽ ടു 6√3. ഓക്കെ, x + 1/x ഈക്വൽ ടു 6√3. ഇനി ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ചോദിക്കുന്നത് x³ + 1/x³ ആയിക്കോട്ടെ, x³ - 1/x³ ആയിക്കോട്ടെ. ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് x + 1/x ഫോം ചെയ്യുക, അല്ലെങ്കിൽ x - 1/x ഫോം ചെയ്യാം. എന്നിട്ട് ഇവിടെ നോക്കുക, ഇഫ് x + 1/x ഈക്വൽ ടു k ആണെങ്കിൽ നമ്മൾ a + b ^ അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? x³ + 1/x³ എന്ന് പറയുന്നത് എന്താണ്? k³ - 3k ആണ്. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി നേരെ തിരിച്ചാണെങ്കിലോ x - 1/x ഈക്വൽ ടു k ആണെങ്കിൽ എന്ത് വരും? x³ - 1/x³ എന്ന് പറയുന്നത് എന്താണ്? k³ + 3k. ഓക്കെ, അപ്പോൾ അടുത്ത തവണ ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. ഇനി നമുക്കറിയാം കെയുടെ വാല്യൂ എന്താണ്? 6√3 ആണ്. അതിവിടെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും x³ + 1/x³ ഈസ് ഈക്വൽ ടു k³ ചെയ്യുക. അപ്പോൾ 6 × √3 എന്ന് പറയുന്നത് എന്താണ്? 216 × 3√3 ആണ്, മൈനസ് 3 × k, 3 × 6√3 എന്ന് പറയുന്നത് 18√3 ആണ്. ഓക്കെ ആണോ? അപ്പോൾ x³ - 1/x³ എന്ന് പറയുന്നത് 216 × 3 എത്രയാണ്? 648√3 മൈനസ് 18√3. ഇത് എത്ര വരും? 630√3. ഓക്കെ, അപ്പോൾ 630 × √3 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ ട്രയാങ്കിൾ ABC, AD ഈസ് പെർപെൻഡിക്കുലർ ടു BC. ഫൈൻഡ് ആംഗിൾ BAC
given AD is equal to 9 centimeter, DC is equal to 3√3 and AB is equal to 6√3. ഓക്കെ, ABC എന്ന ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ABC, AD പെർപെൻഡിക്കുലർ ആണ് തന്നിട്ടുണ്ട്. AD is perpendicular to BC. അപ്പോൾ ഇത് 90 ഡിഗ്രി ആണ്. ഓക്കെ ആണോ? ഇനി ഫൈൻഡ് ദ ആംഗിൾ BAC. ഈ ആംഗിളാണ് BAC ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് θ1, ഇത് θ2 ആണെങ്കിൽ θ1 + θ2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി എന്തൊക്കെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്? AD is equal to 9 തന്നിട്ടുണ്ട് അല്ലേ? AD is equal to 9, DC is equal to 3√3, AB is equal to 6√3. ഓക്കെ, AB is equal to 6√3. ഇനി ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ആണെങ്കിൽ എന്ത് വരും? 9² + 9² എത്രയാണ്? 81. ഇത് ഹൈപ്പോട്ടന്യൂസ് ആണല്ലോ. 9² 81, 3√3 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 27 ആണ്. അപ്പോൾ എത്ര വന്നു? 108 വന്നു. അപ്പോൾ റൂട്ട് 108. 9² 81, 3√3 എന്ന് പറയുന്നത് 9 × 3 27 ആണ്. 81 + 27 108, അതായത് റൂട്ട് 108. ഇനി ഇവിടെ അപ്ലൈ ചെയ്താലോ? 9² മൈനസ് ഓക്കെ, 9² എന്ന് പറഞ്ഞാൽ 9² = 81, 6√3 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 × 3 108. ഓക്കെ, അപ്പോൾ ഇത് 108 മൈനസ് 81 എത്ര വന്നു? 27. അപ്പോൾ ഇത് റൂട്ട് 27, അതായത് 3√3. ഓക്കെ, ഇനി 108 എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് 108 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 9 × 12 ആണ്. ഓക്കെ, 108 റൂട്ട് 108 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 9 × 12 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 9 × 4 × 3 എന്ന് എഴുതാം. 9 × 4 36 ആണ്. പുറത്തെടുത്താൽ എന്തായി? 6√3. ഓക്കെ, അപ്പോൾ എന്ത് വന്നു? റൂട്ട് 108 എന്ന് പറഞ്ഞാൽ എന്താണ്? 6√3 ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ 6√3, 6√3, ഇനി 3√3 + 3√3 എന്ത് വന്നു? 6√3 വന്നു. ഓക്കെ, അപ്പോൾ 3 സൈഡും ഈക്വലാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഇത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൽ എല്ലാം ആംഗിൾ എന്താണ്? 60 ഡിഗ്രി ആണ് അല്ലേ? അപ്പോൾ BAC എന്ത് വന്നു? 60 ഡിഗ്രി വന്നു. ഓക്കെ, BAC is equal to 60 ഡിഗ്രി. അപ്പോൾ നമ്മളൊന്നും ചെയ്തില്ല, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തപ്പോൾ എന്ത് വന്നു? ഇവിടെ റൂട്ട് 108 വന്നു. 108 എന്ന് പറഞ്ഞാൽ എന്താണ്? 6√3 ആണ്. അപ്പോൾ ഇവിടെയും 6√3 ആണ്. ഇനി ഇവിടെ അപ്ലൈ ചെയ്തപ്പോൾ 3√3 കിട്ടി. ഇവിടെ 3√3 ആയിരുന്നു. അപ്പോൾ ടോട്ടൽ സൈഡ് എന്തായി? 6√3 ആയി. അപ്പോൾ ഈക്വൽ സൈഡ്സ് ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് ആംഗിൾ എടുത്താലും 60 ഡിഗ്രി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A can do a work in 24 days and B can do the same work in 40 days. If A and B together do the same work for 8 days and remaining work is completed by C in 14 days, find the time taken by A and C together in doing 75% of the total work. ഓക്കെ, അതായത് ഇനി നമുക്ക് ആദ്യം ബേസിക്സിലേക്ക് പോവാം. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇൻറ്റു ഡേയ്സ് ആണ്. ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്യുക. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ആണ്. ഓക്കെ, ഇനി എയുടെ ഡേയ്സ് എത്രയാണ്? 24. ബിയുടെ ഡേയ്സ് എത്രയാണ്? 40 ഡേയ്സ് ആണ്. ഓക്കെ, അപ്പോൾ 24ൻ്റെയും 40യുടെയും LCM ടോട്ടൽ വർക്കായിട്ട് തൽക്കാലം എടുക്കുക. എന്താണ്? 24ഉം 40യുടെ LCM 120 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ വർക്ക് 120 ആയിട്ട് എടുത്തു LCM. ഇനി ഇവിടെ നോക്കിയേ, ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് വന്നാൽ എന്തായി? അവരുടെ എഫിഷ്യൻസി ആയി അല്ലേ? അപ്പോൾ 120 ഡിവൈഡഡ് ബൈ 24 എത്രയാണ്? 5 ആണ് എയുടെ എഫിഷ്യൻസി. 120 ഡിവൈഡഡ് ബൈ 40 എത്രയാണ്? 3 ആണ് ബിയുടെ എഫിഷ്യൻസി. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ A + ബിയുടെ ടോട്ടൽ എഫിഷ്യൻസി എത്രയായി? 8. ഓക്കെ, 5 + 3 എന്ത് വന്നു? 8 വന്നു. ഇനി ഇവിടെ തന്നിരിക്കുന്നത് ഇഫ് A and B together do the same work for 8 days. ഓക്കെ, അപ്പോൾ ഒരു ദിവസത്തെ എഫിഷ്യൻസിയാണ് ഇവരുടെ രണ്ടുപേരുടെയും 8.
അങ്ങനെയാണെങ്കിൽ 8 ഡേയ്സിൽ എത്ര വർക്ക് ചെയ്തിട്ടുണ്ടാവും? 8 ഡേയ്സിൽ എ ആൻഡ് ബി 8 × 8 അതായത് 64 വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, 64 വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ റിമൈനിങ് വർക്ക് ആരാണ്? റിമൈനിങ് വർക്ക് ആരാ ചെയ്യുന്നത്? സി ആണ് ചെയ്യുന്നത്. എത്രയാണ് റിമൈനിങ് വർക്ക്? 120 ആയിരുന്നു ടോട്ടൽ വർക്ക്, മൈനസ് 64 എ പ്ലസ് ബി ചെയ്തു. അപ്പോൾ റിമൈനിങ് വർക്ക് എത്ര കിട്ടി? 56 കിട്ടി. ഓക്കെ, ഈ 56 ആരാ ചെയ്യുന്നത്? സി ആണ് ചെയ്യുന്നത്. എത്ര ദിവസം കൊണ്ട്? 14 ദിവസം കൊണ്ട്. അപ്പോൾ സിയുടെ എഫിഷ്യൻസി, സീസ് എഫിഷ്യൻസി എത്രയാണ്? സിയുടെ എഫിഷ്യൻസി 56 ഡിവൈഡഡ് ബൈ 14 ആണ് സിയുടെ എഫിഷ്യൻസി. എത്ര വന്നു? 4 വന്നു. ഓക്കെ, അപ്പോൾ സിയുടെ എഫിഷ്യൻസി 4 വന്നു. ഇനി ചോദിച്ചിരിക്കുന്നത്, ഞാനിവിടെ എഴുതാണ്, സിയുടെ എഫിഷ്യൻസി 4. ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദി ടൈം ടേക്കൺ ബൈ എ ആൻഡ് സി ടുഗദർ ഇൻ ഡൂയിങ് 75% ഓഫ് ദ ടോട്ടൽ വർക്ക്. 75% എന്ന് പറഞ്ഞാൽ എന്താണ്? 3/4 ആണ് കേട്ടോ. 75% 3/4 ആണ്. അപ്പോൾ 75% ഓഫ് ദി ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായി? 120. ഇതാരാണ് ചെയ്യുന്നത്? എ ആൻഡ് സി ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി ചെയ്യുക. എ 5 ആണ്, സി 4 ആണ്. അപ്പോൾ എ പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്തായി? 9 ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവരുടെ ടോട്ടൽ ഡേയ്സ് കിട്ടും. അപ്പോൾ ചെയ്യുക, 4 × 9 36 ആണ്, 3 × 120 360 ആണ്. അപ്പോൾ എന്തായി? 10 ആയി. ഓക്കെ, അപ്പോൾ ഉത്തരം 10 ആണ്. ഇവിടുന്ന് ചെയ്യാം. 4 × 30 ആണ് 120, 3 × 30 90 ആണ്. 90 ഡിവൈഡഡ് ബൈ 9 ഈസ് ഈക്വൽ ടു 10. അപ്പോൾ ഉത്തരം 10 ആണ്. 10 ഡേയ്സ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. If 2 tan x plus 3 cot x is equal to 5, find 4 tan square x plus 9 cot square x. അതായത് 2 tan x plus 3 cot x is equal to 5 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? ചോദിച്ചിരിക്കുന്നത് 4 tan square x plus 9 cot square x ആണ്. നോക്കിയേ, 2 × സ്ക്വയർ ആണോ 4? അതെ. 3 × സ്ക്വയർ 9. അപ്പോൾ ഇതെന്താണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് സ്ക്വയർ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ എന്തോന്നു? ഇത് സ്ക്വയർ ചെയ്താൽ എന്തോന്നു? എ സ്ക്വയർ 4 × tan square x പ്ലസ് ബി സ്ക്വയർ 9 × cot square x പ്ലസ് 2 × എ ബി. 2 × എ ബി എന്താണ്? 2 × 3 × tan x × cot x ഇസ് ഈക്വൽ ടു 25. ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ 25. ഓക്കെ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. tan x × cot x എന്താണ്? 1 ആണ് അല്ലേ? cot x ഈക്വൽ ടു 1/tan x ആണ്. അപ്പോൾ നോക്കിയേ, 4 tan square x പ്ലസ് 9 cot square x പ്ലസ് 2 × 2 4, 4 × 3 12 പ്ലസ് 12 ഈസ് ഈക്വൽ ടു 25. അപ്പോൾ 4 tan square x പ്ലസ് 9 cot square x ഈസ് ഈക്വൽ ടു 25 - 12 13. ഓക്കെ ആണല്ലോ. 13 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. PBA is secant to the circle with center O. ഓക്കെ, അപ്പോൾ ഒരു secant ആണ് PBA. The diameter CD of the circle is extended to P. അപ്പോൾ നേരെ തിരിഞ്ഞു പോയി, ഇവിടെ ആയിരുന്നു A. PBA. ഓക്കെ, അപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്താൽ എന്ത് വരും? ഇതെന്തായി? സി ഡി ഡയമീറ്റർ, ഒ എന്താണ്? റേഡിയസ്. ഓക്കെ ആണല്ലോ. ഇനി ഡയമീറ്റർ സി ഡി ഓഫ് ദ സർക്കിൾ ഈസ് എക്സ്റ്റെൻഡഡ് ടു പി, വേർ പി ബി ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ. സി ഡി ആണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, സി ഡി. ഓക്കെ, പി ബി 8 സെൻറ്റിമീറ്റർ, എ ബി ഈസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ പി ബി 8 തന്നിട്ടുണ്ട്, എ ബി 12 ആണ്. ഇനി ഒ പി ഈസ് ഈക്വൽ ടു 18 സെൻറ്റിമീറ്റർ. ഒ പി എത്രയാണ്? 18. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഒ സി 6 ആണെങ്കിൽ, ഒ സി റേഡിയസ് ആണല്ലോ, ഒ സി 6 ആണെങ്കിൽ ഇവിടെ നോക്കിയേ, പി സി എന്ന് പറയുന്നതാണ് പി സി 18 + r. ഓക്കെ, പി സി എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെ 18 + r. ഇനി പി ഡി എന്ന് പറഞ്ഞാൽ എന്തല്ല? പി ഡി, പി ഡി ഈസ് ഈക്വൽ ടു എന്താണ്? പി ഡി, പി ഡി ഈസ് ഈക്വൽ ടു പി ഒ മൈനസ് ഡി ഒ. അതെന്താണ്? 6 ആണ്. അപ്പോൾ 18 - r.
ഓക്കെ, അപ്പോൾ പി സി ഈസ് ഈക്വൾ ടു 18 പ്ലസ് ആർ, പി ഡി ഈസ് ഈക്വൾ ടു 18 മൈനസ് ആർ. ഇനി രണ്ട് സീക്വൻ്റ് തരാണെങ്കിൽ എന്താ ഫോർമുല? പി ബി ഇൻറ്റു ഓക്കെ പി ബി ഇൻറ്റു പി എ, പി ബി ഇൻറ്റു പി എ ഈസ് ഈക്വൾ ടു അതേപോലെ തന്നെ പി ഡി ഇൻറ്റു പി സി. ഓക്കെ, ഇതാണ് ഫോർമുല. പി ബി ഇൻറ്റു പി എ ഈസ് ഈക്വൾ ടു പി ഡി ഇൻറ്റു പി സി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പി ബി എത്രയാണ്? 8. പി എ എത്രയാണ്? 8 പ്ലസ് 12 എത്രയാണ്? 20 ഈസ് ഈക്വൾ ടു പി ഡി എത്രയാണ്? പി ഡി അവിടെ എഴുതിയിട്ടുണ്ട് 18 മൈനസ് ആർ. പി സി എത്രയാണ്? 18 പ്ലസ് ആർ. ഓക്കെ അല്ലേ? ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 18 മൈനസ് ആർ, 18 പ്ലസ് ആർ എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ എന്തായി? 324 മൈനസ് ആർ സ്ക്വയർ ഈസ് ഈക്വൾ ടു 20 ഇൻറ്റു 8 160. ഓക്കെ, അപ്പോൾ ആർ സ്ക്വയർ എന്തോന്നു? ആർ സ്ക്വയർ ഈസ് ഈക്വൾ ടു 324 മൈനസ് 160. ഓക്കെ, അതായത് ആർ സ്ക്വയർ ഈസ് ഈക്വൾ ടു 324 മൈനസ് 160 ചെയ്യുക. 324 മൈനസ് 160 4, 12 മൈനസ് 6 6 164. ഓക്കെ, 164. അപ്പോൾ ആർ എന്താണ്? റൂട്ട് ഓഫ് 164. അതായത് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 ഇൻറ്റു 41 അല്ലേ? റൂട്ട് 164 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 4 ഇൻറ്റു 41 ആണ്. 4 പുറത്തെടുത്താൽ എന്തായി? ആർ ഇസ് ഈക്വൽ ടു 2 റൂട്ട് 41. ഓക്കെ, ആർ ഇസ് ഈക്വൽ ടു 2 റൂട്ട് 41 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണ് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. The side of equilateral triangle is 27 centimeter. Find its circumradius. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. സർക്കം റേഡിയസ് ക്യാപിറ്റൽ ആറിൻ്റെ ഫോർമുല എ ബൈ റൂട്ട് 3 ആണ്. ഇൻ റേഡിയസ് ആണെങ്കിൽ ശ്രദ്ധിക്കുക, ഇൻ റേഡിയസ് ആണെങ്കിൽ എന്താണ് ഫോർമുല? ഇൻ റേഡിയസ് ആണെങ്കിൽ എ ബൈ 2 റൂട്ട് 3 ആണ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? എ ബൈ റൂട്ട് 3. എ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈഡാണ്, സൈഡ് ഓഫ് ദി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്യാപിറ്റൽ ആർ അതായത് സർക്കം റേഡിയസ് ഈസ് ഈക്വൽ ടു സൈഡ് എത്രയാണ് തന്നിരിക്കുന്നത്? 27 ആണ് ഡിവൈഡഡ് ബൈ റൂട്ട് 3. റൂട്ട് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തേ. റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3, റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 9, സോറി 3 27 ഡിവൈഡഡ് ബൈ 3 9. അപ്പോൾ എത്രയാണ്? 9 റൂട്ട് 3. ഓക്കെ, ആൻസർ എത്ര വന്നു? 9 റൂട്ട് 3. അടുത്ത ക്വസ്റ്റ്യൻ. ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ആഫ്റ്റർ 2 സക്സസീവ് ഡിസ്കൗണ്ട്സ് ഓഫ് 30% ആൻഡ് 16% ഈസ് റുപ്പീസ് 28,518. ഫൈൻഡ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ആർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ മാർക്ക് പ്രൈസ് എക്സ് ആണെന്ന് വിചാരിക്കുക. ആദ്യം എത്ര ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തു? 30%. അപ്പോൾ ബാക്കി എത്രയാണ്? 70/100. പിന്നീട് എത്രയാണ്? 16% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ ബാക്കി എത്രയാണ്? 84/100. ഇതാണ് എന്ത്? ബാക്കി വരുന്ന തുക 28,518. ഇതങ്ങോട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ സോൾവ് ചെയ്യും. എക്സ് ഈസ് ഈക്വൽ ടു 28,518 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 70 ഇൻറ്റു 84. ഓക്കെ, 0 0 ക്യാൻസൽ ചെയ്തു. 7 വെച്ച് ക്യാൻസൽ ചെയ്യാലോ. 4 0 7 4. ഓക്കെ, ഇവിടെയും 7 വെച്ച് ക്യാൻസൽ ചെയ്യാം. 12 ഇൻറ്റു 7 84 ആണ്. ഇവിടെയോ 5 35 57 8 2 582. ഇനി 3 വെച്ച് ക്യാൻസൽ ചെയ്യാം. 4 1 9 4 194. ഇനി 2 വെച്ച് ക്യാൻസൽ ചെയ്തു. ഇവിടെ 2, ഇവിടെ എത്ര വന്നു? 97. ഓക്കെ, 97. ഇതെന്തായി? ഇവിടെ ഒരു 5, ഇവിടെ 10 ഉണ്ടായിരുന്നു. അപ്പോൾ അത് 5 ആയി. ഓക്കെ, അപ്പോൾ 97 ഇൻറ്റു 5 ഇൻറ്റു 100 വരും. ഓക്കെ, അപ്പോൾ 97 ഇൻറ്റു 5 എത്രയാണ്? 97 ഇൻറ്റു 5 ചെയ്ത് നോക്കുക. 5 35 485. അപ്പോൾ 485,000. 485,000. 48,500 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 48,500 ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ. ദ സൈഡ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈസ് 8.5 മീറ്റർ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, നമുക്കറിയാം ഏരിയ ഓഫ് ദി ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഫോർമുല എന്താണ്? √3/4 a സ്ക്വയർ ആണ്. ഓക്കെ, എ എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ ഈസ് ഈക്വൽ ടു √3/4
എ ഇവിടെ സൈഡ് 8.5 തന്നിട്ടുണ്ട്. അപ്പോൾ 8.5 ഇൻറ്റു 8.5. അപ്പോൾ 8.5 85യുടെ സ്ക്വയർ കാണാം. 85യുടെ സ്ക്വയർ 5 5s are 25, 425, 0 4, 68, 5 2 12, 72.25 ആണ് 8.5യുടെ സ്ക്വയർ. എ ഈസ് ഈക്വൽ ടു √3/4 ഇൻറ്റു 72.25. ഓക്കെ, ഇവിടെ ചെയ്താണ് 72.25 ഡിവൈഡ് ബൈ 4 ചെയ്യുക. എന്ത് കിട്ടും? എ ഈസ് ഈക്വൽ ടു 72.25 ഡിവൈഡ് ബൈ 4 എത്രയാണ്? 8.0625. 18.0625. ഓക്കെ, 18.0625. ഇവിടെ √3 ഉണ്ട്, √3. അപ്പോൾ ഓപ്ഷൻ എ ആയിരുന്നു കറക്റ്റ് ആൻസർ. 18.0625. ഓക്കെ, 72.25 ഡിവൈഡഡ് ബൈ 4, 18.0625. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ ഈസ് 5 times ഓഫ് ഇറ്റ്സ് ബ്രെഡ്ത്ത്. എൽ ഈസ് ഈക്വൽ ടു എത്രയാണ്? 5b. ഇനി ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ഈസ് 3125 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഫൈൻഡ് ഇറ്റ്സ് ലെങ്ത്. ഓക്കെ, ഏരിയ എന്താണ്? ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അത് എത്രയാണ് തന്നിരിക്കുന്നത്? 3125. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലെങ്ത് എന്ന് പറയുന്നത് 5b ആണ്. അപ്പോൾ എന്ത് വന്നു? 5b ഇൻറ്റു ബി. 5b സ്ക്വയർ ഈസ് ഈക്വൽ ടു 3125. ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വന്നു? 625. 625. ബി ഈസ് ഈക്വൽ ടു √625 എത്രയാണ്? 25. അപ്പോൾ ബിയുടെ വാല്യൂ 25 ആയാൽ എല്ലിൻ്റെ വാല്യൂ എന്താണ്? 5 × 25. എൽ ഈസ് ഈക്വൽ ടു 5 × 25 വിച്ച് ഈസ് ഈക്വൽ ടു 125. ചോദിച്ചിരിക്കുന്നത് ലെങ്ത് ആണ്. ലെങ്ത് എത്ര കിട്ടി? 125 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. 25% ഓഫ് 480 പ്ലസ് 30% ഓഫ് 500 പ്ലസ് x% ഓഫ് 90 ഈസ് ഈക്വൽ ടു 35% ഓഫ് 990. ഫൈൻഡ് എക്സ്. ഓക്കെ, അപ്പോൾ 25% ഓഫ് 480 പ്ലസ് 30% ഓഫ് 500 പ്ലസ് x% ഓഫ് 90 ഈസ് ഈക്വൽ ടു 35% ഓഫ് 990. ഓക്കെ, എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 25% ഓഫ് 480, 25% എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4. 1/4 ഇൻറ്റു 480 പ്ലസ് 30/100. ഇവിടെ 100 ക്യാൻസലാവും. അപ്പോൾ 30/100 ഇൻറ്റു 500 പ്ലസ് x/100 ഇൻറ്റു 90 ഈസ് ഈക്വൽ ടു 0 0 ക്യാൻസൽ ചെയ്തു. 35 ഇൻറ്റു 99/10. ഓക്കെ, അപ്പോൾ 480 ഡിവൈഡഡ് ബൈ 4 എത്ര വന്നു? 120 പ്ലസ് ഈ 2 0 ക്യാൻസൽ ചെയ്തു. 30 ഇൻറ്റു 5 എത്രയാണ്? 150. അപ്പോൾ 120 പ്ലസ് 150 270 പ്ലസ് ഇതെത്രയാണ്? 9x/10 അല്ലേ? 9x/10 ഈസ് ഈക്വൽ ടു എന്ത് വന്നു? 35 ഇൻറ്റു 99 ഡിവൈഡഡ് ബൈ 10. അത് നമുക്ക് എങ്ങനെ എഴുതാം? 35 ഇൻറ്റു 99 35 ഇൻറ്റു 100 മൈനസ് 1 എന്ന് എഴുതി. അപ്പോൾ എന്ത് വന്നു? 3500 മൈനസ് 35. 5 6 4 3465. ഓക്കെ, അപ്പോൾ 3465 ഡിവൈഡഡ് ബൈ 10 ആണ്. അപ്പോൾ 346.5 ആണ്. 346.5 ആണ് ഇത്. ഇനി ഈ 270 ഇപ്പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ 270 മൈനസ് ആവും. 0.5 ഇവിടെ 6, ഇവിടെ 14, 14 മൈനസ് 7 7 ആണ്. 76.5 ആണ്. ഓക്കെ, അപ്പോൾ 9x/10 ഈസ് ഈക്വൽ ടു 76.5. എക്സ് എന്ത് വന്നു? എക്സ് ഈസ് ഈക്വൽ ടു ഈ 10 ഇവിടെ വരുമ്പോൾ എന്തായി? 765 ഡിവൈഡഡ് ബൈ ഈ 9 അടിയിൽ വരും. ഡിവൈഡഡ് ബൈ 9. അപ്പോൾ ഒന്ന് എത്ര വന്നു? 85. ഓക്കെ, 765 ഡിവൈഡഡ് ബൈ 9 എന്ന് പറയുന്നത് 85 ആണ്. അപ്പോൾ ഉത്തരം 85. ഓപ്ഷൻ ബി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് സം ഓഫ് റുപ്പീസ് 8500 ഈസ് ഇൻവെസ്റ്റഡ് അറ്റ് 9% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, കാൽക്കുലേറ്റ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇഫ് ദ സം ഈസ് ഇൻവെസ്റ്റഡ് ഫോർ 2 years കോമ്പൗണ്ടഡ് ആനുവലി. ഓക്കെ, അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. അതായത് എഫക്റ്റീവ് റേറ്റ് വെച്ച് കണ്ടുപിടിക്കാം. 2 വർഷത്തേക്ക് എഫക്റ്റീവ് റേറ്റ് എന്ന് പറയുന്നത്
എന്താണ് എ പ്ലസ് ബി പ്ലസ് എ ബി ബൈ 100 ആണ്. ഓക്കെ, ഓരോ വർഷവും 9% അല്ലേ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റേറ്റ് എന്ത് വരും? എഫക്റ്റീവ് റേറ്റ് 9 + 9 + 9 × 9 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, എത്ര വന്നു? 9 + 9 18 + 9 × 9 81 ഡിവൈഡഡ് ബൈ 100 0.81. അപ്പോൾ 18.81% ആണെന്ത്? ടോട്ടൽ റേറ്റ്. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്യുക? 8500ൻ്റെ 18.81% കാണുക. അപ്പോൾ CI = എന്ത് വന്നു? 8500 × 18.81% ബൈ 100. ക്യാൻസൽ ചെയ്യുക. 18.81 × 85. അപ്പോൾ 18.81 × 85 ചെയ്ത് നോക്കുക. 5 40 44 9 8 4 6 8 × 8 64 + 6 70 8 ones are 8 + 7 15. ഓക്കെ, അപ്പോൾ 5 8 8 9 1598 ഇവിടെ പോയിൻ്റ് വരും. 1598.85 ആണ് കറക്റ്റ് ആൻസർ. 1598.85 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി മറ്റൊരു മെത്തേഡ് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. അതായത് ഫസ്റ്റ് ഇയറിൽ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സെയിം ആയിരിക്കും അല്ലേ? ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ. ഫസ്റ്റ് ഇയറിൽ 8500ൻ്റെ 9% ആയിരിക്കും സിമ്പിൾ ഇൻട്രസ്റ്റ്. സെക്കൻഡ് ഇയറിൽ അത് തന്നെയായിരിക്കും 8500 × 9/100. ഇതെത്ര വരും? 85 × 9 ചെയ്ത് നോക്കുക. 85 × 10 -1 ചെയ്താലും മതി. 5 14 6 765 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് 765 ആണ്. അപ്പോൾ ഇവിടെയും 765 ആണ്. ഇനി ഇവിടെ എന്ത് ചെയ്യുക? സെക്കൻഡ് ഇയറിൽ കോമ്പൗണ്ട് കൂടി വരുന്നതുകൊണ്ട് 765യുടെ 9/100 കാണാം. ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യുക. അതായത് 765 + 765 + 765 × 9/100. അപ്പോൾ എന്ത് കിട്ടും? 1598.85 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് അനിൽ ആൻഡ് വരുൺ ക്യാൻ ഡു എ ജോബ് ഇൻ 6 days. അനിൽ ആൻഡ് വരുൺ ക്യാൻ ഡു എ ജോബ് ഇൻ 6 days. സുമിത് ആൻഡ് വരുൺ can do a job in 4 days. Sumit and Anil can do a job in 3 days. Okay, അപ്പോൾ Anil and Varun can do a job in 6 days. Sumit and Varun can do a job in 4 days. Sumit and Anil can do a job in 3 days. ചോദിച്ചിരിക്കുന്നത് find the time taken by Anil alone to do the same job. ഓക്കെ ആണോ? അപ്പോൾ 6 4 3 നമ്മൾ നേരത്തെ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തതാണ്. 6 days 4 days 3 days LCM എടുക്കുക. 6 4 3യുടെ LCM 12 ആണ്. അപ്പോൾ ടോട്ടൽ വർക്ക് എന്തായി? 12 ആയി. ഓരോരുത്തരുടെ എഫിഷ്യൻസി കാണാം. ഇവരുടെ രണ്ടുപേരുടെ എഫിഷ്യൻസി എന്താണ്? 12 ഡിവൈഡ് ബൈ 6 2. ഇവരുടെ എഫിഷ്യൻസി എന്ത് വരും? 3. ഇവരുടെ എഫിഷ്യൻസി എന്ത് വരും? 4. ഓക്കെ, അപ്പോൾ ഇവരുടെ എഫിഷ്യൻസി എല്ലാം കൂടി ആഡ് ചെയ്താൽ എന്ത് വരും? 2 × ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 2 × അനിൽ പ്ലസ് വരുൺ പ്ലസ് സുമിത് ഈക്വൽ ടു 2 + 3 5 5 + 4 9. ഓക്കെ, അപ്പോൾ എ പ്ലസ് അനിൽ പ്ലസ് വരുൺ പ്ലസ് സുമിത് ഇവരുടെ എഫിഷ്യൻസി എന്ത് വന്നു? 9/2 4.5. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ആരുടെയാണ്? ടൈം ടേക്കൺ ബൈ അനിലാണ്. അപ്പോൾ വരുണിനെയും സുമിത്തിനെയും ഒഴിവാക്കണം. അപ്പോൾ അവരുടെ രണ്ടുപേരുടെ എഫിഷ്യൻസി നോക്കുക. വരുൺ ആൻഡ് സുമിത് ഇവിടെയുണ്ട്. വരുൺ ആൻഡ് സുമിത്തിൻ്റെ എഫിഷ്യൻസി ഇവിടെ നോക്കുക. എത്രയായിരുന്നു? 3 ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് മൈനസ് ചെയ്താൽ അനിലിൻ്റെ എഫിഷ്യൻസി കിട്ടും. അനിലിൻ്റെ എഫിഷ്യൻസി എന്താണ്? 4.5 - 3 1.5. ഓക്കെ, ഇനി അനിലിൻ്റെ ഡേയ്സ് ആണെങ്കിൽ എന്താണ്? അനിലിൻ്റെ ഡേയ്സ് ആണെങ്കിൽ ടോട്ടൽ വർക്ക് എത്രയാണ്? ടോട്ടൽ വർക്ക് 12 ഡിവൈഡഡ് ബൈ അനിലിൻ്റെ എഫിഷ്യൻസി 1.5. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 1.5 എന്ന് പറഞ്ഞാൽ 8 ആണ്. ഓക്കെ, അപ്പോൾ ഉത്തരം 8, ഓപ്ഷൻ സി. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. 2 articles are sold at a same price. One is sold at 40% profit and another is 40% loss. Find the percentage gain or loss percentage. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ വളരെ എളുപ്പമാണ്. അതായത് രണ്ട് സാധനം വിൽക്കുകയാണ്.
ലാഭശതമാനവും നഷ്ടശതമാനവും ഒന്നാണെങ്കിൽ, അതായത് ഇവിടെ എത്രയാണ് 40% ലാഭം 40% നഷ്ടം, അങ്ങനെയാണെങ്കിൽ ആ ശതമാനം എക്സ് ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ലോസ് ആണ്. ഓക്കെ, നിങ്ങളിങ്ങനെ പഠിച്ചു വെക്കുക, ഇതെന്താണ്? ലോസ് ആണ്. ആ ലോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? x²/100% ആയിരിക്കും. x²/100% ആയിരിക്കും. എക്സ് എന്താണ്? പെർസെൻറ്റേജ് ഓഫ് ഗെയിൻ, പിന്നെ പെർസെൻറ്റേജ് ഓഫ് ലോസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? ലോസ് ഈസ് ഈക്വൽ ടു എക്സ് എന്താണ്? ഇവിടെ 40 ആണ്. അപ്പോൾ 40 × 40 ഡിവൈഡഡ് ബൈ 100 എത്ര വന്നു? 4 × 4 16% ലോസാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ആൻസർ കിട്ടി, 16% ലോസ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. There are some boys and girls and a total of 85 apples are distributed among them. ഓക്കെ, അതായത് കുറച്ച് ഗേൾസും ബോയ്സും ഉണ്ട്. ഒരു എത്രയാണ്? ടോട്ടൽ ഓഫ് 85 ആപ്പിൾസ് അവരുടെ ഇടയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ഇഫ് ഇൻ വൺ കണ്ടീഷൻ 5 ആപ്പിൾസ് ആർ ഗിവൺ ടു ഈച്ച് ബോയ് ആൻഡ് 7 ആപ്പിൾസ് ആർ ഗിവൺ ടു ഈച്ച് ഗേൾ, ആൻഡ് ഇൻ സെക്കൻഡ് കണ്ടീഷൻ 4 ആപ്പിൾസ് ആർ ഗിവൺ ടു ഈച്ച് ബോയ് ആൻഡ് 9 ആപ്പിൾസ് ആർ ഗിവൺ ടു ഈച്ച് ഗേൾ, ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ്. ഓക്കെ, അപ്പോൾ ബോയ്സ് എക്സ് ആണ്, ഗേൾസ് വൈ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? 5 ആപ്പിൾസ് ആർ ഗിവൺ ടു ബോയ്സ്, അപ്പോൾ എന്താണ്? 5x പ്ലസ് 7 ആപ്പിൾസ് ടു ഈച്ച് ഗേൾ, അപ്പോൾ 7y. ദിസ് ഈസ് ഈക്വൽ ടു സെക്കൻഡ് കണ്ടീഷൻ എങ്ങനെ വരും? 4 ആപ്പിൾസ് ഗിവൺ ടു ബോയ്, അപ്പോൾ 4x പ്ലസ് 9 ആപ്പിൾസ് ഗിവൺ ടു ഗേൾ, അപ്പോൾ 9y. ഓക്കെ, അപ്പോൾ 4x ഇങ്ങോട്ട് എടുത്തു, അപ്പോൾ എന്തോന്നു? 5x - 4x എക്സ്, 7y അങ്ങോട്ട് പോയി, അപ്പോൾ എന്തായി? 2y. അപ്പോൾ x/y എന്ന് പറയുന്നത് എന്തായി? 2 + 1. മനസ്സിലായല്ലോ? x/y എന്ന് പറയുന്നത് 2/1. അപ്പോൾ ബോയ്സിൻ്റെ റേഷ്യോ എക്സ് എന്തായി? 2, ഗേൾസിൻ്റെ റേഷ്യോ y എന്തായി? 1. ഇനി ഇതിലേതെങ്കിലും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്തായി? ടോട്ടൽ നമ്പർ കിട്ടും അല്ലേ? ടോട്ടൽ നമ്പറിൻ്റെ റേഷ്യോ കിട്ടും. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5 × 2 + 7 y 1 ആണ്. 7 × 1 ഇത് എത്ര വന്നു? 10 + 7 17 വന്നു. ഓക്കെ, അവിടെയും ഇട്ട് നോക്കുക, 17 ആയിരിക്കും. അപ്പോൾ നോക്കിയേ, ഈ 17 ആണെന്ത്? ടോട്ടൽ ഇവിടെ 17 കിട്ടി. 17 ആണെന്ത്? 85. ഓക്കെ, 17 ആണ് 85. അപ്പോൾ 17 ആണ് 85. 1ൻ്റെ വാല്യൂ എന്തായി? 5 ആയി. ഓക്കെ, 1ൻ്റെ വാല്യൂ 5 ആയി. ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് ബോയ്സ് ആണ്. നമ്പർ ഓഫ് ബോയ്സ് എക്സ് എന്താണ്? 2 ആണ്. അപ്പോൾ നോക്കിയാൽ 1ൻ്റെ വാല്യൂ 5 ആണെങ്കിൽ 2ൻ്റെ വാല്യൂ എന്തായി? 10. അപ്പോൾ ആൻസർ 10 ആണ്. ഓക്കെ, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. If circumference of the circle is 40 pi centimeter, find the area and diameter of the circle respectively. അപ്പോൾ സർക്കംഫറൻസ് 2πr അല്ലേ? ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ് 2πr ആണ്. 2πr എത്രയാണ്? 40 പൈ എന്ന് തന്നിട്ടുണ്ട്. പൈയും ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് എന്ത് കിട്ടും? 2 × റേഡിയസ് ആണ് ഡയമീറ്റർ. ഡയമീറ്റർ ഈക്വൽ ടു 40. ഓക്കെ, അപ്പോൾ ഡയമീറ്റർ നോക്കിയേ, ഇവിടെ 20 ആണ്, ഇവിടെ 20 ആണ്, 60 ആണ്, 40 ഒരു ഉത്തരേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ നമുക്ക് ഏരിയയും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി അപ്പോൾ 2r എത്ര കിട്ടി? 40 കിട്ടി. r എത്ര കിട്ടി? 40/2 20. നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. r 20 ആണെങ്കിൽ r² 400, അപ്പോൾ 400 പൈ. ഓക്കെ, അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് 400 പൈ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് a + b = 59, if a + b = 59, AB is equal to 1150, find a² + b². Find a² + b². ഓക്കെ, ഡയറക്റ്റ് ഫോർമുല എന്താണ്? a + b the whole square is equal to എന്ത് വരും? a² + b² + 2ab. അപ്പോൾ a² + b² എന്ത് കിട്ടി? a + b the whole square minus 2ab. ഓക്കെ ആണല്ലോ. a + b the whole square എന്ന് പറയുന്നത് 59² ആണ്. 59 the whole square minus 2 × 1150. ഓക്കെ, 59² എത്രയാണ്? 3481. 3481 ആണ് 59² മൈനസ് 2 × 115 എത്രയാണ്? 230. ഇവിടെ ഒരു 0, 2300. കുറച്ച് നോക്കുക. 3481 മൈനസ് 2300 എത്ര വന്നു? 1811. 1181 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ.
The ratio of man's present salary and increased salary is 8:11. If his increased salary is 33,000, find his present salary. Simple question. അതായത് പ്രസൻറ്റ് സാലറി എത്രയാണ്? പ്രസൻറ്റ് സാലറി 8 ആണ്. ഇൻക്രീസ്ഡ് സാലറീൻ്റെ റേഷ്യോ തന്നിരിക്കുന്നത് 11 ആണ് അല്ലേ? ആ 11 ആണ് 33,000. ആ 11 ആണ് 33,000. ഇൻക്രീസ്ഡ് സാലറി ഇവിടെ തന്നിട്ടുണ്ട് 33,000 ആണ്. അപ്പോൾ 11ൻ്റെ വാല്യൂ 33,000 ആണെങ്കിൽ 1ൻ്റെ വാല്യൂ എന്തായി? 3,000. ചോദിച്ചിരിക്കുന്നത് പ്രസൻറ്റ് സാലറി ആണ്. അതെന്താണ്? 8 ആണ്. 1ൻ്റെ വാല്യൂ 3,000 ആണെങ്കിൽ 8ൻ്റെ വാല്യൂ എന്തായി? 24,000. ഓക്കെ, അപ്പോൾ 24,000 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. The sum of height and radius of a cylinder is 12.5 cm and its total surface area is 275 cm. Find the value of its radius. അപ്പോൾ സിലിണ്ടറാണ് തന്നിരിക്കുന്നത്. അവൻ്റെ എന്താണ്? ടോട്ടൽ സർഫസ് ഏരിയ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? 2πr ഇൻറ്റു r പ്ലസ് എച്ച്. 2πr ഇൻറ്റു r പ്ലസ് എച്ച്. അതാണ് എന്ത്? 275. ഓക്കെ, അപ്പോൾ സം ഓഫ് ഹൈറ്റ് ആൻഡ് റേഡിയസ് r പ്ലസ് എച്ച് തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 12.5. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 ഇൻറ്റു പൈ എന്താണ്? 22/7 ആണ്. ഇൻറ്റു r പ്ലസ് എച്ച് എന്താണ്? 12.5 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 275. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു 12.5 എന്താണ്? 25. 22/7 ഇൻറ്റു 25 ഇൻറ്റു r ഈസ് ഈക്വൽ ടു 275. ഓക്കെ, അപ്പോൾ 25 ഇൻറ്റു 11 ആണ് 275. 11 ഇൻറ്റു 2 ആണ് 22. അപ്പോൾ r ഈസ് ഈക്വൽ ടു എന്ത് വരും? 7/2. ഓക്കെ, ഈ 7 ഇവിടെ വരും, ഈ 2 താഴെ വരും. അപ്പോൾ 7/2. അപ്പോൾ r ഈസ് ഈക്വൽ ടു 7/2. എത്രയാണത്? 3.5. 3.5 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു. ഇപ്പോൾ CHSLന് കമ്പൈൻഡ് ആയിട്ട്, അതായത് 3 ഷിഫ്റ്റും കൂടി കൂട്ടിയിട്ട് സെയിം പാറ്റേൺ, ഏകദേശം ഒരേ പാറ്റേണുള്ളതും എക്സാക്റ്റ് ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഇതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എക്സാം അത്യാവശ്യം ഇപ്പോൾ മാത്സിൻ്റെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം എളുപ്പമായിരുന്നു. നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. ഒരു കൊസൈൻ റൂളിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് പാടായിട്ടുള്ളത്. അതായത് കൊസൈൻ റൂൾ നമുക്ക് അറിയാൻ പാടില്ലെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ കൊസൈൻ റൂൾ എന്താണ്? ഇവിടെ ഒരു ട്രയാങ്കിൾ തീറ്റ ആണെങ്കിൽ ഈ സ്ക്വയർ, അതായത് ABC കോസ് സ്ക്വയർ തീറ്റ, അതായത് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു AB സ്ക്വയർ, അഡ്ജസൻറ്റിൻ്റെ സ്ക്വയർ എടുക്കുക, AB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ മൈനസ് ഓപ്പോസിറ്റിൻ്റെ സ്ക്വയർ എടുക്കുക മൈനസ് BC സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു അഡ്ജസൻറ്റ് സൈഡ് എടുക്കുക, 2 ഇൻറ്റു AB ഇൻറ്റു AC. ഇതാണ് കൊസൈൻ റൂൾ. ഓക്കെ, അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വന്ന ഷിഫ്റ്റുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.